അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ 2025 നടന്ന ഫിഖ്ഹുൽ ഇസ്ലാമിൻ്റെ വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ വായിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഒന്നാമത്തെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1 മീസാനിനെ നിറക്കുന്ന ദിക്ർ. മീസാനിനെ നിറക്കുന്ന ദിക്ർ അതാ അൽഹംദുലില്ലാഹ്. 2 മറന്നാൽ സെഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. സെഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. ഏതാണ്? സൂറത്ത് ഓതലാണ്. ഇനി 3 ളുഹറിന് മുമ്പുള്ള റവാത്തിബ്. ആൻസർ 4 റക്അത്ത്. ഇനി 4 മഗ്രിബിനും ഇശാഇനും ഇടയിലുള്ള ഒരു സുന്നത്ത് നിസ്കാരം. ആൻസർ അവ്വാബീൻ. 5 പെരുന്നാൾ നിസ്കാരം വീട്ടിൽ വെച്ച് നിർവഹിക്കണം. ആരാ? ആൻസർ സ്ത്രീകൾ. 6 വിത്ർ നിസ്കാരം കൂടിയ റക്അത്ത്. ആൻസർ 11. ഇനി അടുത്ത് ചേരുമ്പടി ചേർക്കാനുള്ളതാണ്. 7 നിസ്കാരം ബാത്തിലാകുന്ന കാര്യം. ആൻസർ ബി തമാശയായി വല്ലതും ചെയ്യൽ. 8 ജുമുഅയുടെ സുന്നത്താണ്. ആൻസർ സി ഖുത്ബ ശ്രദ്ധിച്ചു കേൾക്കൽ. 9 നോമ്പിൻ്റെ സുന്നത്ത്. ആൻസർ ഇ ആണ് ഇഅ്തികാഫ് നിർവഹിക്കൽ. 10 ജുമുഅയുടെ ഷർത്ത്. ആൻസർ എ ളുഹറിൻ്റെ സമയത്താവൽ. 11 നോമ്പിൻ്റെ ഫർള്. ആൻസർ ഡി രാത്രി നിയ്യത്ത് ചെയ്യൽ. ഇനി എന്താ പൂരിപ്പിക്കുക? 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഫലാ ഡാഷ് ഷക്കൂറ അഫലാ അക്കൂന അബ്ദൻ ഷക്കൂറ. 13 പെരുന്നാളിനെ ഡാഷ് സന്ദർശിച്ച് സന്തോഷം പങ്കിടണം. കുടുംബങ്ങളെ സന്ദർശിച്ച് സന്തോഷം പങ്കിടണം. 14 സ്വഹാബികളെല്ലാം തറാവീഹ് നിസ്കരിച്ചത് ഡാഷ് റക്അത്താണ്. എത്ര റക്അത്താ? 20 റക്അത്താണ്. 15 സ്വഫുകൾക്കിടയിൽ ഡാഷ് മുഴത്തിലധികം അകലമുണ്ടാവരുത്. 3 മുഴത്തിലധികം അകലമുണ്ടാവരുത്. 16 ഒരു മഅ്മൂം മാത്രമാണെങ്കിൽ ഇമാമിൻ്റെ ഡാഷ് ഭാഗത്ത് ഡാഷ് നിൽക്കണം. ഇമാമിൻ്റെ വലതു ഭാഗത്ത് നിൽക്കണം. 17 സലാം വീട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഡാഷ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യേണ്ടത്? സെഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടത്. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18 ഹജ്ജുൽ ഫുഖറാഇൽ മുഅ്മിൽ മസാക്കീൻ ഏത്? ആൻസർ ജുമുഅ. പാവങ്ങളുടെ ഹജ്ജാണെന്ന് പറഞ്ഞില്ലേ? ആ ഫക്കീറന്മാരുടെയും മിസ്കിന്മാരുടെയും ഹജ്ജ് അതേതാ? ജുമുഅയാണ്. 19 തുടർച്ചയായി എത്ര ചലനമുണ്ടായാൽ നിസ്കാരം ബാത്തിലാകും? ആൻസർ 3. 20 ജമാഅത്ത് സുന്നത്തില്ലാത്ത ഒരു സുന്നത്ത് നിസ്കാരം. ആൻസർ റവാത്തിബ് സുന്നത്ത്. 21 ളുഹാ നിസ്കാരം എത്ര റക്അത്താണ്? ആൻസർ 8. 22 പെരുന്നാൾ നിസ്കാരത്തിൽ 2ാം റക്അത്തിൽ എത്ര തക്ബീറുകളുണ്ട്? ആൻസർ 5. 23 റമദാനിൽ സൽക്കർമ്മങ്ങൾക്ക് എത്ര ഇരട്ടി പ്രതിഫലം ലഭിക്കും? ആൻസർ 700. ഇനി അടുത്ത ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24 സ്വർഗപ്രവേശനത്തിന് മരണമല്ലാതെ മറ്റൊന്നും തടസ്സമല്ല. ആർക്ക്? ആൻസർ നിസ്കാര ശേഷം ആയത്തുൽ കുർസി ഓതുന്നവന്. 25 സുബഹിനും മഗ്രിബിനും ശേഷം 7 പ്രാവശ്യം ചൊല്ലേണ്ട ദിക്ർ. ആൻസർ അല്ലാഹുമ്മ അജിർനി മിനന്നാർ. 26 ഒരാൾ ഒരു റക്അത്തിൽ മനഃപൂർവ്വം 4 സുജൂദ് ചെയ്തു. നിസ്കാരം ബാത്തിലാകും. കാരണം? എന്താ കാരണം? ആൻസർ ഫിഅലിയായ റുക്കിനെ മനഃപൂർവ്വം വർദ്ധിപ്പിച്ചത് കൊണ്ട്. 27 വിചാരണ വേളയിൽ ഒരാളുടെ ഫർളുകളിൽ കുറവ് കണ്ടാൽ അല്ലാഹു തആല മലക്കുകളോട് എന്ത് പറയും? ആൻസർ എൻ്റെ അടിമക്ക് സുന്നത്തുകൾ ഉണ്ടോ എന്ന് നോക്കുക എന്ന് ചോദിക്കുക. സുന്നത്ത് കൊണ്ട് എന്ത് ചെയ്യും? ഫർളുകളിലെ കുറവുകൾ പരിഹരിക്കും. പിന്നെ 28 തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയം ഏത്? ആൻസർ ഇശാഇന് ശേഷം ഉറങ്ങി എഴുന്നേറ്റ് സുബഹിന് മുമ്പ്. 29 പെരുന്നാൾ ദിനത്തിലെ പ്രധാന കർമ്മങ്ങൾ എന്തെല്ലാം? ആൻസർ തക്ബീർ, പെരുന്നാൾ നിസ്കാരം, ബലികർമ്മം. 30 4ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് നിസ്കാരത്തിന് വന്നില്ല. കാരണം എന്ത്? തറാവീഹ് നിസ്കാരം നിങ്ങൾക്ക് ഫർളാക്കുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ട്. ഇനി 31ാമത്തേത് 5 വരിയിൽ കുറയാതെ എഴുതാനുള്ളത് എന്താണ്? ജമാഅത്ത് നിസ്കാരം. അതിനെക്കുറിച്ച് എഴുതാനാണ്. ഫർള് നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കൽ പുരുഷന്മാർക്ക് ഫർള് കിഫയാണ്. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമുണ്ട്. ആദ്യ സുഫിൽ നിൽക്കുക, അതുതന്നെ ഇമാമിൻ്റെ നേരെ പിറകിലോ അല്ലെങ്കിൽ വലതുഭാഗത്ത് നിൽക്കുക എന്നിവ പ്രത്യേകം സുന്നത്താണ്. ഇൻഷാ അല്ലാഹ് ഈ രൂപത്തിലൊക്കെയാണ്
2025 ഫിഖ്ഹുൽ ഇസ്ലാമിലെ വാർഷിക പരീക്ഷാ ചോദ്യപേപ്പർ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് കൃത്യമായിട്ട് കുട്ടികൾ പഠിക്കുക. ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ അറബി മലയാളത്തിൽ തന്നെ എഴുതണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലോണം പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നല്ല ഓർമ്മശക്തി അല്ലാഹു തആല നൽകുമാറാകട്ടെ. ആമീൻ. പരീക്ഷയ്ക്ക് പഠിച്ചതൊക്കെ എഴുതാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നല്ല മാർക്ക് നേടുന്നവർ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.